ക്രിക്കറ്റ് ഒരു മതമാണെങ്കിൽ IPL അതിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ്. വെറുമൊരു 2020 ടൂർണമെന്റ് എന്ന നിലയിൽ തുടങ്ങി ഇന്ന് ലോകത്തിലെ ഏറ്റവും മൂല്യമുള്ള രണ്ടാമത്തെ കായിക ലീഗായി IPL എങ്ങനെ മാറി? ഗൗതം ഗംഭീറിന്റെ വാശിയും ധോണിയുടെ തന്ത്രങ്ങളും കോഹ്ലിയുടെ അഗ്രഷനും നിറഞ്ഞ IPL ചരിത്രം നമുക്കൊന്ന് പരിശോധിക്കാം. 2007 ഇന്ത്യ T20 ലോകകപ്പ് ജയിച്ചതോടെയാണ് BCCI IPL എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ക്രിക്കറ്റ് ചരിത്രത്തെ IPLന് മുൻപും IPLന് ശേഷവും എന്ന് നമുക്ക് രണ്ടായി തരംതിരിക്കാം. 2007 MS ധോണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ആദ്യ T20 ലോകകപ്പ് ഉയർത്തിയപ്പോൾ അത് വെറുമൊരു വിജയമായിരുന്നില്ല. ക്രിക്കറ്റ് എന്ന കളിയിൽ വരാനിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ വിത്തായിരുന്നു അത്. ലോകകപ്പ് വിജയത്തോടെ ഇന്ത്യയിൽ T20 തരംഗം ആഞ്ഞടിച്ചു. ഈ അവസരം മുതലെടുക്കാൻ BCCI അന്നത്തെ വൈസ് പ്രസിഡന്റ് ലളിത് മോദിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ ലീഗ് പ്രഖ്യാപിച്ചു. സിറ്റി അടിസ്ഥാനമാക്കിയുള്ള ടീമുകളും ഗ്ലാമറും പണവും ഇഴചേർന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ്. ഇംഗ്ലണ്ടിലെ പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ മാതൃകയിലായിരുന്നു ഇതിന്റെ ഘടന. 2008 ജനുവരിയിൽ നടന്ന ടീം ലേലത്തിൽ വമ്പൻ ബിസിനസ് ഗ്രൂപ്പുകളും സിനിമാ താരങ്ങളും ടീമുകളെ സ്വന്തമാക്കി. പിന്നാലെ ഫെബ്രുവരിയിൽ നടന്ന ആദ്യ കളിക്കാരെ ലേലം വിളിച്ചപ്പോൾ ക്രിക്കറ്റ് ലോകം തന്നെ ഞെട്ടി. MS ധോണിയെ ചെന്നൈ സൂപ്പർ കിങ്സ് $1.5 മില്യൺ സ്വന്തമാക്കി ചരിത്രം കുറിച്ചു. പണത്തിനു വേണ്ടി ക്രിക്കറ്റ് കളിക്കുന്ന കാലം അവിടെ തുടങ്ങുകയായിരുന്നു. 2008 ഏപ്രിൽ 18 ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയം. IPLലെ ആദ്യ പന്തെറിയപ്പെട്ടു. അന്ന് കൊൽക്കത്തയ്ക്ക് വേണ്ടി കളിച്ച ബ്രണ്ടൻ മക്കല്ലം 73 പന്തിൽ 158 റൺസ് അടിച്ചു കൂട്ടിയപ്പോൾ IPL ലോകം കീഴടക്കുമെന്ന് ഉറപ്പായി. ഗാലറിയിലെ ആരവവും ചിയർ ലീഡേഴ്സും കളിയുടെ ആവേശം ഇരട്ടിയാക്കി. വെറുമൊരു ടൂർണമെന്റിനപ്പുറം ക്രിക്കറ്റിനെ ഒരു വലിയ വ്യവസായമാക്കി മാറ്റാൻ IPLന് കഴിഞ്ഞു. യുവതാരങ്ങൾക്ക് വലിയ വേദിയും സീനിയർ താരങ്ങൾക്ക് പുതിയ അവസരങ്ങളും ഇത് നൽകി. ഇന്ന് IPL ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായിക ലീഗായി വളർന്നു നിൽക്കുന്നു. 2008 ഏപ്രിൽ 18 ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലായിരുന്നു ആദ്യ മത്സരം. അന്ന് മക്കല്ലം അടിച്ചുകൂട്ടിയ 158 റൺസ് IPL എന്ന വിസ്ഫോടനത്തിന്റെ തുടക്കമായിരുന്നു. ഷെയ്ൻ വോണിന്റെ നേതൃത്വത്തിൽ വന്ന രാജസ്ഥാൻ റോയൽസ് ആദ്യ കിരീടം ചൂടി ലോകത്തെ ഞെട്ടിച്ചു. പിന്നീടുള്ള വർഷങ്ങൾ വമ്പൻ ടീമുകളുടെ ഉദയമായിരുന്നു. 2009 ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ടൂർണമെന്റിൽ ഡെക്കാൻ ചാർജേഴ്സ് ചാമ്പ്യന്മാരായി. എന്നാൽ 2010-11 വർഷങ്ങളിൽ MS ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് തുടർച്ചയായി 2 തവണ കിരീടം തേടി തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു. 2012 ഗൗതം ഗംഭീറിലൂടെ കൊൽക്കത്ത തങ്ങളുടെ ആദ്യ കിരീടം സ്വന്തമാക്കി. 2013 രോഹിത് ശർമ്മയുടെ കീഴിൽ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ വിജയയാത്ര തുടങ്ങുന്നത്. 2013 രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ ആദ്യ കിരീടം സ്വന്തമാക്കി. എല്ലാ വിജയങ്ങൾക്കിടയിലും IPLന് കരിനിഴൽ വീഴ്ത്തിയ സംഭവമായിരുന്നു 2013 സ്പോട്ട് ഫിക്സിംഗ് വിവാദം. ഇത് ചെന്നൈ സൂപ്പർ കിങ്സിനും രാജസ്ഥാൻ റോയൽസിനും 2 വർഷത്തെ വിലക്കിന് കാരണമായി. പകരം ഗുജറാത്ത് ലയൺസ്, റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസ് എന്നീ 2 ടീമുകളെത്തി. 2014 ഗൗതം ഗംഭീറിന്റെ ക്യാപ്റ്റൻസിയിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 2ാം തവണയും കിരീടം ചൂടി. 2015 ഫൈനലിൽ ചെന്നൈയെ തോൽപ്പിച്ചുകൊണ്ട് മുംബൈ വീണ്ടും കരുത്തറിയിച്ചുകൊണ്ട് തങ്ങളുടെ അടുത്ത കപ്പ് നേടി. 2016 ഡേവിഡ് വാർണറുടെ പോരാട്ട വീര്യത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് തങ്ങളുടെ കന്നി കിരീടം നേടി. 2017 മുംബൈ ഇന്ത്യൻസ് വീണ്ടും വെറും 1 റണ്ണിന് റൈസിംഗ് പൂനെ സൂപ്പർ ജയൻസിനെ തോൽപ്പിച്ച് 3ാം തവണയും വിജയികളായി. 2018 ചെന്നൈ സൂപ്പർ കിങ്സ് 2 വർഷത്തെ വിലക്കിന് ശേഷം നേടിയത് അവരുടെ 3ാം കിരീടമായിരുന്നു. 2018 തിരിച്ചു വന്ന ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ കിരീടം നേടി തങ്ങൾ ആരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. 2019 വെറും 1 റൺസിന് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ച് മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ 4ാം കിരീടം നേടി. 2020 കോവിഡ് കാലത്ത് ദുബായിൽ നടന്ന ലീഗിൽ മുംബൈ 5ാം തവണയും ചാമ്പ്യന്മാരായി. 2021 ചെന്നൈ സൂപ്പർ കിങ്സിലെ ധോണിയും സംഘവും 4ാം കിരീടവുമായി തിരിച്ചെത്തി. 2022 IPL കൂടുതൽ വലുതായി. ഗുജറാത്ത് ടൈറ്റൻസും ലക്നൗ സൂപ്പർ ജയൻസും ലീഗിലേക്ക് കടന്നു വന്നു. വന്ന ആദ്യ വർഷം തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ഗുജറാത്ത് ടൈറ്റൻസ് കിരീടം ചൂടി ചരിത്രം കുറിച്ചു. 2023 അവസാന പന്തിൽ ജഡേജ നേടിയ സ്കോറിലൂടെ ചെന്നൈ 5ാം കിരീടം നേടി മുംബൈയുടെ റെക്കോർഡിനൊപ്പമെത്തി. IPL ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ മുംബൈയും ചെന്നൈയും തമ്മിലുള്ള പോരാട്ടം പറയാതെ വയ്യ. 5 തവണ വീതം കിരീടം നേടി ഈ 2 ടീമുകളും IPL ഭരിച്ചു. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ ഒരു കരുത്തുറ്റ ടീമായപ്പോൾ ധോണിയുടെ തന്ത്രങ്ങൾ ചെന്നൈ സൂപ്പർ കിങ്സിനെ ഏറ്റവും സ്ഥിരതയുള്ള ടീമാക്കി മാറ്റി. 2024 ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 10 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ഫൈനലിൽ ഹൈദരാബാദിനെ തകർത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തങ്ങളുടെ 3ാം കിരീടവും നേടി വീണ്ടും കരുത്തറിയിച്ചു. എന്നാൽ 2025 IPL ചരിത്ര പുസ്തകത്തിൽ എഴുതപ്പെടുക മറ്റൊരു പേരിനാലാണ്. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ.
18 വർഷത്തെ ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് തോൽപ്പിച്ച് RCB തങ്ങളുടെ കന്നിക്കിരീടം ചൂടി. വിരാട് കോഹ്ലിയുടെയും ക്യാപ്റ്റൻ രജത് പടിദാറിന്റെയും പോരാട്ട വീര്യം RCBക്ക് ചരിത്ര വിജയം സമ്മാനിച്ചു. പഴയ ടീമുകളുടെ ആധിപത്യവും പുതിയ ടീമുകളുടെ കരുത്തും കണ്ട IPL യാത്ര തുടരുകയാണ്. ഇന്ന് IPL വെറും ഒരു കളിയല്ല, അത് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സും ലക്ഷക്കണക്കിന് യുവാക്കളുടെ സ്വപ്നവുമാണ്. ജസ്പ്രീത് ബുംറയെയും ഹാർദിക് പാണ്ഡ്യയെയും പോലുള്ള താരങ്ങളെ ലോകത്തിന് സമ്മാനിച്ചത് ഈ വേദിയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട IPL ടീം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. അടുത്ത സീസണിൽ ആര് വാഴും? നിങ്ങളുടെ പ്രവചനം താഴെ കമന്റ് ചെയ്യൂ.